പ്രിയമുള്ളവരെ, ദ റൂട്ട്സ് ഓഫ് നിധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് അത്യുത്തര കർണാടകത്തിലെ ബെൽഗാവിയിൽ സ്ഥിതി ചെയ്യുന്ന കമൽ ബസ്തി എന്ന ജൈന സ്മാരകത്തിലേക്കാണ്. ബെൽഗാം എന്നത് ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ഇവിടങ്ങളിൽ തദ്ദേശീയരായ കന്നഡിഗരേക്കാൾ അല്പം മുൻതൂക്കമുള്ളത് മറാത്തകൾക്കാണ്. കർണാടക സ്റ്റേറ്റിലെ അഞ്ചാമത്തെ വലിയ മുനിസിപ്പൽ കോർപ്പറേഷനായ ബെൽഗാമിൻ്റെ പുരാതന നാമം വേണുഗ്രാമം എന്നതായിരുന്നു. അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണിതൊക്കെ. തനി പീഠഭൂമിയായ ഈ പ്രദേശങ്ങൾ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഭൂമികളാണ്. കുറ്റിച്ചെടികൾ നിറഞ്ഞ ഈ പ്രദേശത്തെ വനമെന്ന് വിശേഷിപ്പിക്കുന്നതിലെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മനുഷ്യവാസം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ കുറ്റിക്കാടുകൾ കഴുതപ്പുലികളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. ജൈനദർശനത്തിന് വലിയ സ്വാധീനവും അനുയായികളുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു കർണാടക. ഇന്നും ചെറിയൊരു ശതമാനം ജൈനർ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ജൈനക്ഷേത്രങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ബസഡി അഥവാ ബസ്തി എന്നത്. ഉത്തരേന്ത്യയിൽ ജൈനക്ഷേത്രങ്ങളെ ദരാസർ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ബസ്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ബസ്തി എന്നാൽ ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെ പണ്ഡിതർ അധിവസിക്കുന്ന വാസഗൃഹങ്ങൾ ചേർന്ന ജൈന നിർമ്മിതികളെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ കേരളത്തിലും വളരെ ചുരുക്കം ബസ്തികളുണ്ട്. ഇതാണ് കമൽ ബസ്തി. AD 12-ാം നൂറ്റാണ്ടിൽ ഇന്നിവിടങ്ങളിൽ ആധിപത്യം പുലർത്തിയിരുന്ന രട്ട സാമന്ത രാജവംശത്തിൽപ്പെട്ട യുവരാജ മല്ലികാർജുനന്റെ നിർദ്ദേശത്താൽ അദ്ദേഹത്തിൻ്റെ സദസ്സിനും പ്രഗത്ഭ വാസ്തുശില്പിയുമായിരുന്ന കാർത്തവീര്യദേവന്റെ കണക്കുകളിലും രൂപകൽപ്പനയിലും മേൽനോട്ടത്തിലുമാണ് ഈ ക്ഷേത്രം പണിതീർത്തത്. ഇക്കാണുന്നതാണ് മൂലസ്തംഭം. ഉത്തരേന്ത്യൻ നാഗര ശൈലിയിൽ പണിതീർത്ത ഗർഭഗൃഹവും മുൻഭാഗത്ത് അതിഗംഭീരമായ ശില്പവേലകളാൽ അലങ്കൃതമായ നക്ഷത്രാകൃതിയിലുള്ള മുഖമണ്ഡപവും ചേർന്ന ഈ ക്ലാസിക് നിർമ്മിതി പൂർണ്ണമായും ബസാൾട്ട് ശിലയിലാണ് പണിതീർത്തിരിക്കുന്നത്. ജൈന വാസ്തുവിദ്യ പ്രധാനമായും അവരുടെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും മാത്രമായി ഒതുങ്ങുന്ന ഒന്നാണ്. ജൈനരുടെ ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു നിർമ്മിതികളിൽ ജൈന വാസ്തുവിദ്യയ്ക്ക് കാര്യമായ സ്വാധീനം ഒന്നും തന്നെയില്ല. അതെല്ലാം ഹൈന്ദവ വാസ്തുശൈലിയുമായി ഇഴചേർന്ന് കിടക്കുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്തൊന്ന് കയറി വരാം. ജൈനർ പൊതുവെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. മറിച്ച് നിത്യമുക്തി കരസ്ഥമാക്കിയ 24 ജൈന തീർത്ഥങ്കരന്മാരെയാണ് ഇവർ ആരാധിക്കുന്നത്. ജൈനക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ മൂലനായിക് എന്ന് വിശേഷിപ്പിക്കുന്നു. മുഖമണ്ഡപത്തിലെ കമനീയമായ മച്ചാണിത്. അധോമുഖമായി പണിതിരിക്കുന്ന താമരയുടെ ആകൃതിയിലുള്ള ഈ സീലിംഗിൽ നിന്നാണ് കമൽ ബസ്തി എന്ന പേര് സിദ്ധിച്ചത്. ഈ മുഖമണ്ഡപം ജൈനവാസ്തുവിദ്യയുടെ മാസ്റ്റർ പീസായി കണക്കാക്കുന്നു. പ്രപഞ്ചമെന്നത് ദ്രവ്യങ്ങളാൽ നിർമ്മിതമാണെന്നും അത് സത്യവും ശാശ്വതമാണെന്നും ജീവവസ്തുക്കൾക്ക് ആത്മാവാണ് ചൈതന്യവും ബോധവും നൽകുന്നതെന്നാണ് ജൈനദർശനത്തിൻ്റെ കാതൽ. ജിനൻ എന്നാൽ ജേതാവ് അഥവാ ജയിച്ചവൻ എന്നർത്ഥം. ഇവിടെ ജേതാവ് എന്നത് രാഗമോഹദ്വേഷങ്ങളെ ജയിച്ച് ആത്മതത്വജ്ഞാനത്തെ തൊട്ടറിഞ്ഞവൻ എന്ന ഗൂഢാർത്ഥം കുടികൊള്ളുന്നു. ജൈനമതസ്ഥാപകരായ 24 ആത്മീയ ഗുരുക്കന്മാരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത്. ആത്യന്തികമായി സമ്പൂർണ്ണ മുക്തി നേടിയ ഇവരെയാണ് ജൈനവിശ്വാസികൾ ആരാധിക്കുന്നത്. BC 400-കളിൽ ഗൗതമബുദ്ധന്റെ സമകാലികനായിരുന്ന വർദ്ധമാന മഹാവീരനാണ് 24-ാം തീർത്ഥങ്കരൻ. അതിലും വളരെ മുൻപ് ജീവിച്ചിരുന്ന തീർത്ഥങ്കരനായിരുന്നു നേമിനാഥൻ. ഈ ക്ഷേത്രം അദ്ദേഹത്തിന് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. CNC ലെയ്ത്ത് മെഷീന് പോലും ഇത്രയ്ക്ക് പെർഫെക്ഷൻ കാണാനിടയില്ല. ഇവിടെ നിന്നും നഷ്ടപ്പെട്ട പല അപൂർവ വിഗ്രഹങ്ങളും പിന്നീട് കണ്ടെടുത്തിട്ടുണ്ട്. അവയെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ആർക്കിയോളജിയുടെ കർശന നിയമപ്രകാരം ഇതൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ പാടില്ലാത്തതാണ്. എങ്കിലും അവിടുത്തെ സുരക്ഷാ ഗാർഡിന് കൈമടക്ക് കൊടുത്താണിത് ഷൂട്ട് ചെയ്തത്. പണം കൊടുത്താൽ ഈ സംസ്ഥാനത്ത് എന്തും സാധ്യം. വീഡിയോ വിജ്ഞാനപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. മാത്രവുമല്ല, നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വരാം.